ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ടിക്കറ്റ്സ് പറഞ്ഞോ. ഇവിടെ രണ്ടരയങ്കാവ്. ടിക്കറ്റ് തന്നില്ല. അപ്പറേ ഫ്രണ്ടിലെടുക്കാണ്ടാരല്ലോ. ഡ്രൈവർ മാത്രമേ ഉള്ളൂ. നന്നായി പോയി. ബാക്കിലാ ഇവിടെ. എന്താ സാറേ എന്തുപറ്റിപ്പാ? വണ്ടിയുടെ മുമ്പിൽ ആരാണ് വട്ടം വെച്ചിട്ടുണ്ട്. ആരാടാ ഇത്? ദൈവമേ, പണി കളയാൻ വേണ്ടിട്ട്. ആരടാ ഇത്? കർത്താവേ, പണി കിട്ടിയാ? ഒന്ന് പിടിച്ചടാ. ഇത് നമ്മുടെ ഹോം സിനിമയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് ശ്വാസം ഉണ്ടോ നോക്കി. ഞാൻ നോക്കൂലട്ടാ. എന്റെ കൈക്ക് പിടിച്ച നോക്ക് അടിക്കും. ഞാൻ നോക്കിക്കോളാം. ശ്വാസമൊക്കെ ഉണ്ട്. ആള് നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു. ശശി, നീ അവന്റെ മൂത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത്. എന്നാലും ഇതിനെ നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് കൊലക്കുറ്റത്തിന് സമാധാനം പറഞ്ഞു തന്നെ. ഇവനിവിടെ ചാടാൻ കൊണ്ടുള്ളോ? പെട്ടെന്നൊഴുക്കി. ഒന്ന് എഴുന്നേറ്റ് പോയേടോ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഉറങ്ങണ വണ്ടിയുടെ അടി കിടന്നാണോടെ ഉറങ്ങുന്നത്? ഇവൻ നാഷണൽ ഹൈവേ ബെഡ്റൂം ആക്കിയേക്കാണ്. ആരാടാ ഈ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്നേ? നിനക്കൊക്കെ എന്നെയാണോ വേണ്ടേ? വണ്ടിയുടെ അടി കിടന്നാണോടെ ഉറങ്ങുന്നത്? വണ്ടിയോ? അത് ശരി, ഞാൻ കിടക്കുന്നിടത്തൂടെയാണോ വണ്ടി ഓടിക്കുന്നത്? ഇയാളാ ഹോം സിനിമയുടെ ആളല്ലേ? താനിതുവരെ പോയില്ലേ? എവിടെ പോകാൻ? മര്യാദക്ക് ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചിരുന്ന ഞാനാ. നീയൊക്കെ കൂടി നശിപ്പിച്ചില്ലടാ. ഞങ്ങളാ? അതൊക്കെ പോട്ടെ. എന്റെ മുഖത്ത് ജലം ഒഴിച്ചതാരാ? ഞാനാ ചേട്ടാ. മോനായിരുന്നു. ഇങ്ങോട്ട് വന്നാട്ടെ. 14 കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയി വാങ്ങിച്ച സാധനമാണിത്. ഒരൊറ്റ തുള്ളി കൊണ്ട് നീ അതിന്റെ കെട്ട് കളഞ്ഞില്ലടാ. മുതലാളി ഇത് കാണില്ല മുതലാളി. അയാൾ എന്നെ തല്ലി. അത് സാരമില്ലടാ. നിനക്ക് ഞാൻ നേരത്തെ ഒരു തരാൻ വെച്ചായിരുന്നു. അത് അവനായിട്ട് തന്നു ഒന്ന് മാത്രം. അതിന് നീ അവനോട് നന്ദി പറ. അല്ല, തന്നോട് ഞാൻ എന്തിനാ താങ്ക്സ് പറയണം? അതെ അതെ, മതി മതി. എല്ലാവരും വണ്ടി കയറി. വണ്ടി കയറി. വായു നോക്കി നിക്ക. ഹലോ, ശകലം ഒതുങ്ങി നിൽക്കാവോ പ്ലീസ്? ഇവനൊക്കെ എവിടെ ഞാനെന്താ എവിടെ നിൽക്കുന്നു? എക്സ്ക്യൂസ് മീ, എന്നെ അടുത്ത ബീവറേജിലേക്ക് ഇറക്കിയേക്കണേ. മക്കൾ ഇവിടെ കിടക്കുകയായിരുന്നു. അടി. എടാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേറാൻ സമ്മതിക്കുന്നു? കമോൺ. ഇവിടെ കയറാൻ പറ്റില്ല. അവിടെ ബാറും അടച്ച്, ഇവിടെ ഡോറും അടച്ച്. ഇനി ഞാൻ കിളിവാതിലുണ്ടല്ലോ. നമുക്കെന്നും കിളിവാതിലേ പറഞ്ഞിട്ടുള്ളൂ. വന്നല്ലോ കിളിവാതിലെ കിളി. ഞാൻ ബസ്സിലോട്ട് കയറാൻ പോണു. മദ്യപിച്ച് വണ്ടി കയറാൻ പറ്റില്ല. നീ ഇവിടെ കുറെ നിയമം എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ കൂട്ടത്തിൽ നീ എഴുതി വെച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ട് വണ്ടിയെ കയറാൻ പാടില്ല എന്ന്? മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓടിക്കുന്നില്ല, നീ ഓടിച്ചോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ രണ്ടിട്ടായി. ഓ, മര്യാദക്കാണെങ്കിൽ വണ്ടി കയറിയാ മതി. സോറി സാർ, ഇനി കയറാലോ. മര്യാദക്കാരനായില്ലേ? ഒരു മര്യാദ പുരുഷോത്തമന്മാര്. വാ വിളിച്ച് നിൽക്കാ, കയറി വാടാ. ബസ് പോവും. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
എന്തു മണോടോ രാവിലെ തന്നെ വെള്ളമടിച്ച് വണ്ടി കയറിക്കാം. നിന്റെ അടുത്തൊക്കെ പേര് പറയൂ. നീ ഭയങ്കര വായാടിയല്ലേ, എന്റെ കഴുത്തെ ലോക്ക് ഇട്ടേക്കുന്നു. ഒരു പണി കൊടുത്താ നീ. ഇത് എവിടെ നോക്കിയാണ് കയറുന്നത്? എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പാടില്ലേ? ഓ ആരാ ഇത്? ഞങ്ങളുടെയൊക്കെ കുടിമുട്ടിച്ച മഹാന്മാരുടെ ആളോ? എടോ, ഈ ബാറുകളൊക്കെ പൂട്ടിയത് നല്ലതിന് വേണ്ടിയാ. അതെ അതെ, നല്ലതിന് വേണ്ടി തന്നെയാ. കുറെ മന്ത്രിമാരുടെ നല്ലതിന് വേണ്ടി. കുടി നിർത്താനാന്നും പറഞ്ഞു കോടികളല്ലേ അടിച്ചു മാറ്റിയത്. നാണം കെട്ടവന്മാര്. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ ഒരു താങ്ങും. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, എല്ലാം നല്ലതിനാണ്. അതൊക്കെ വെറും ആരോപണങ്ങളാണ്. തെളിവെവിടെ? കട്ടവനും ഓടിച്ചൊക്കെ ഒന്ന് തെളിവ് ചോദിക്കുന്നു. എടോ, ഇതൊക്കെ വെറും ആരോപണങ്ങളാണ്. നിന്റെ ഒരു അസന്നിഗ്ധം. നീ ആരാടാ, ഞുണ്ണിത്താനോ? ഇതേ TV ചർച്ചയല്ല, അവന്റെ ഒരു അസന്നിഗ്ധം. വൈകുന്നേരം TV തുറന്ന ഈ കോഴക്കാശ് മേടിച്ചവനും പിന്നെ പെണ്ണുകേസ് പിടിക്കപ്പെട്ടവനും എല്ലാം നിരന്നിരുന്ന അങ്ങ് അസന്നിഗ്ധം പറച്ചില്ല. ഇവനെയൊക്കെ വിളിച്ചിരുത്തുന്ന ചാനലുകാരെ വേണം ആദ്യം തന്നെ. താൻ പോടോ, ഞാൻ കള്ളുകൂടിയന്മാരോട് സംസാരിക്കാറില്ല. അല്ല പിന്നെ. അയ്യോ, സാറിന് സംസാരിക്കാൻ ഞാൻ പിന്നെ കലക്ടറെ കൊണ്ട് നിർത്തി തരാം. അവന്റെ ഒരു അല്ല, മറ്റേ കൊച്ചു നിങ്ങളുടെ പാർട്ടി ചേർന്ന ഏത് കൊച്ചു? രാഹുലോ? അത് ബുദ്ധിയില്ലാത്ത കൊച്ചി. പിന്നെ മറ്റേ ആ ബുദ്ധിയുള്ള പെങ്കൊച്ചി, നമ്മുടെ സോളാർ കൊച്ചി. അത് പറഞ്ഞപ്പോ അവന്റെ നാണം കണ്ട. ആ കൊച്ചു മിണ്ടിയ കോടി മിണ്ടി ഇല്ല കോടി. അതിനോട് മിണ്ടിയ പലരുടെയും കീറിയപ്പോ കോടി ഇരിക്കാന്ന ഞാൻ അറിഞ്ഞത്. അല്ല, ആ കൊച്ചു നിങ്ങളുടെ പാർട്ടി ചേരാൻ പോകുന്നു. അതുകൊണ്ടാണ് എല്ലാ മന്ത്രിമാരെയും കയറി ഇറങ്ങി കണ്ടെന്നുമാണ് ഞങ്ങളിവിടെ അറിഞ്ഞത്. അല്ല, ആ കൊച്ചാണോ അടുത്ത മുഖ്യമന്ത്രി? അല്ല, നീയൊക്കെ അതും ചെയ്യും, അതുകൊണ്ട് ചോദിച്ചതാ. താനൊന്നും മിണ്ടായിരുന്നോ? അതെന്താ ഏടാ മിണ്ടാതിരിക്കാ? മിണ്ടും. വെറും മിണ്ടലല്ല, രോദനമാണ്. ഒരു കുടിയന്റെ രോദനം. വലിയ ശല്യമല്ലോ. ഇവിടെ താൻ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കേ. എവിടെ പോയിരിക്കാൻ? അവിടെ പോയി. ഇവിടെ എല്ലാവർക്കും സീറ്റുണ്ട്. സ്ത്രീകൾക്ക് സീറ്റുണ്ട്, വികലാംഗന് സീറ്റുണ്ട്, മുതിർന്ന പൗരന് സീറ്റുണ്ട്, അന്ധന് സീറ്റുണ്ട്, ഒരു കള്ളുകൂടിന് ഇവിടെ സീറ്റുണ്ടോ? അതെ, ഞാനൊന്ന് മന്ത്രി ആയിക്കോട്ടെ. ആദ്യം ഞാൻ ബസ്സിൽ കള്ളുകൂടിന് സീറ്റ് ഉണ്ടാക്കിയിരിക്കും. എന്റെ പൊന്നളി ആളിനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പൊക്കോളാം കേട്ടോ. പുറകിൽ ടിക്കറ്റ്സ് പറ. അവിടെ എടുത്തല്ലേ? ടിക്കറ്റ്സ് പറ. നീ എന്റെ ടിക്കറ്റ് കയറിയിട്ട് എനിക്ക് ടിക്കറ്റ് എഴുതാൻ വന്നേക്കോണം. നിനക്ക് ഞാനൊരു ടിക്കറ്റ് എഴുതുന്നുണ്ട്. താൻ എഴുതിയ ടിക്കറ്റ്സും സിനിമയൊക്കെ ഞാൻ കുറെ കണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ ആദ്യം ഒരു സിനിമ എഴുതി. അത് പിന്നെ നാട്ടുകാരെല്ലാം കൂടെ വലിച്ചു കീറിക്കളഞ്ഞു. അത് രണ്ടാമത് ഞാനൊരു സിനിമ എടുത്തു. ഓഡിയോ ഞാൻ സർഗോഡിയോസിന് കൊടുത്തു. അതല്ല, പടം ഓഡിയോന്ന്. ഓഡിയോന്ന് ചോദിച്ചാ വീഡിയോ വീഡിയോ ഞാൻ ഹൊറിസോണിന് കൊടുത്തില്ല. എടോ, അതിന്റെ കടം വീഡിയോ എന്നാ ചോദിച്ചത്. കടം വീഡിയോ ഞാനിവിടെ നിൽക്കുവോ? മൂന്നാമത് ഞാനൊരു സിനിമ എടുത്തു, രക്ഷപ്പെട്ടു. അതെങ്കിലും രക്ഷപ്പെട്ടല്ല. അത് സിനിമ രക്ഷപ്പെട്ട കാര്യമല്ല പറഞ്ഞത്, പിന്നെ പൂജയുടെ പ്രൊഡ്യൂസർ രക്ഷപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടല്ലോ. നാലാമത് ഞാൻ ഉന്തിത്തള്ളി ഉണ്ടാക്കിയെടുത്ത ഹോം സിനിമയാണ് ഈ കാലം വന്ന് നശിപ്പിച്ചത്, അറിയോ? എന്നിട്ടിപ്പോ എന്തായി? എന്താ, ഞാനിവിടെ വീടും വെച്ച് ഇവിടെ പെട്ടുപോയില്ലേ? അതാണ് എനിക്ക് ചോദിക്കാൻ. നീ ഇവിടെ ഒരു വീടുണ്ടാക്കിയിട്ട് നീ ആ വിവരം പഞ്ചായത്ത് വന്ന് പറഞ്ഞോ? അയ്യടാ, അത് കൊള്ളാം. ഇത്രയും വലിയ മുട്ടക്കാട്ടം പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അറിയിച്ചോ? ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, മനസ്സിലായോ? പാലവും പണിത് ടോളും പിരിച്ചോണ്ടിരിക്കുക ഞാൻ അറിയാതെ. ഇയാൾ എന്തോന്ന് ഈ പറയുന്നത്? പാലം വേണമെന്നോ? എന്താ പറയുന്നത്? നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഈ പഞ്ചായത്തിൽ ഒരു പാലം ഇല്ലാഞ്ഞിട്ടും തോടിന് വേണ്ടി സത്യാഗ്രഹം വരുന്നവനാണ് ഈ കൊടത്താപ്പള്ളി. ചോദിച്ചു നോക്ക്. ഈ പുള്ളി ആരാധ മണ്ഡലം പ്രസിഡന്റ്. ഇത് മണ്ഡലം പ്രസിഡന്റ് അല്ല, മണ്ടന്മാരുടെ പ്രസിഡന്റാ, മനസ്സിലായോ? മണ്ഡലം പ്രസിഡന്റ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടോ. ഈ പഞ്ചായത്ത് വഴി നാട് മുഴുവൻ താ കോഴിയെ കൊടുത്തിട്ട് താനെന്നോടോ എനിക്കൊരു കോഴിയെ തരാം? ശശിയുടെ വീട്ടിലൊക്കെ കോഴിയെ കൊടുത്തല്ലോ. നിന്റെ വീട്ടുപേരെന്താ? എന്റെ വീട്ടുപേര് കുറുക്കം കുന്ന്. ഈ കുറുക്ക കുന്നേലിരിക്കുമ്പോ കോഴിയെ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, സ്ഥിരമായിട്ടാ കുന്നേലിരിക്കുന്ന ആരാ? എന്റെ അപ്പം പ്രൊഡ്യൂസർ കുറുക്കനായിരിക്കും. ഏതായാലും നിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പുള്ളിക്കൊരു പേര് കിട്ടിയല്ല. അയ്യടാ, വലിയ കാര്യായിപ്പോയി കേട്ടാ. എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. ഞാൻ ഇരുന്നോളാം, നീ എന്നെ ഇരുത്താൻ ഈ കോലത്തിലൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞത് എങ്ങനെ ജീവിക്കും? വല്ല വരുമാനം ഉണ്ടോ? ഞാൻ എന്റെ പ്രോപ്പർട്ടി വിട്ടിട്ട് അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. എങ്ങനെ? മനസ്സിലായില്ലേ?
എന്റെ ടീഷർട്ടും 3/4 ഞാനൊരു ബംഗാളിക്ക് 300 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് അവന്റെ ഷർട്ടും മുണ്ടും 50 രൂപയ്ക്ക് വാടകയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ഇടും. അപ്പം മൊത്തം എങ്ങനെ നോക്കിയാലും എനിക്ക് 250 രൂപ ലാഭം. ശശി, ഇവൻ ചില്ലറക്കാരനല്ലല്ലോടാ. നോട്ടുകാരനാ. നീ ഒരു കാര്യം ചെയ്യ്, ആ. എന്റെ കൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കോ. അതിലും ഭേദം ഞാൻ കക്കാൻ പോകുന്നത്. ആ കക്കാനാ വിളിച്ചത്. അതെനിക്ക് മനസ്സിലായി. കക്കാനാ വിളിച്ചതെന്ന്. എന്റെ 250 രൂപയുടെ കക്കാനല്ലേ ഈ വിളിക്കുന്നത്? എനിക്കറിയാം. എടോ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്കാൻ. ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞില്ലേ, നീ എന്നെ ഇരുത്താൻ നോക്കണ്ട. നാ തൂണെ കെട്ടിപ്പിടിച്ച് നിൽക്കും. ഞാൻ നിൽക്കും. ഞാൻ ആ, ഈ ബസ്സിലെ politics ഓടാ. നെടുന്നൂണായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. അല്ല പിന്നെ ഒരാൾക്ക് എന്നെ തോപ്പിക്കാൻ പറ്റും. ആ അവൻ എന്നെ ഇരുത്താൻ വന്നേക്കും. എന്താടാ എന്ത് എന്താടാ നോക്കുന്നത്? അവിടെ പോരിടോ. ഇരുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പേന മാത്രല്ല, പേനകത്തുണ്ട് കുത്തിന്റെ. അവിടെ ഇരാ. ഇവിടെ സീറ്റിൽ നിന്നാ മതിയോ? ഓക്കെ, വെറുതെ ചോദിച്ച് മേടിച്ചതാ. ഇവൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങണം. എന്താ സാറേ, എന്താ പ്രശ്നം? എന്തു പറ്റി? സ്റ്റാർട്ടാകുന്നില്ലെന്നേ. എന്താണ് പണി? എഞ്ചിൻ ചൂടായിട്ടായിരിക്കുന്നേ. അതും പറഞ്ഞ് നീ എന്തിനാ എന്നോട് ചൂടാകുന്നത്? അത് തണുപ്പിക്കാൻ നോക്ക്. തണുപ്പിക്കുന്ന വണ്ടി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുമോ? പറ്റുമോ? ഇവിടെ കിടന്ന് നടക്കട്ടെ, ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം. മണി, മണി, മണിയാശാനെ കണ്ട അവന്റെ അഹങ്കാരം കണ്ട. നമുക്കാർക്കും വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ലോ അവനെ അഹങ്കാരം കാണിച്ചത്. ഇവനെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ഭഗവാനെ, ഇന്ന് അവർ തമ്മിൽ അടിയുണ്ടാവും. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. എടാ മണി, എന്ത് തോന്നിയോ സോഡ നീ കാണിക്ക? ഇത്ര ആളുകളെ യാത്രക്കാരെ ബസ്സിലിരുത്തിയിട്ട് നീ ഒറ്റക്കൊന്ന് സോഡ കുടിക്കേ? എല്ലാവർക്കും കൂടെ മേടിച്ചു കൊടുക്കാൻ എന്റെ കാശുണ്ടോ? മലയാളിയല്ലേ മലയാളി. അപ്പൊ മലയാളി മേടിച്ചു കൊടുക്കും. മലയാളി ഇത്രയും യാത്രക്കാരെ ഇരുത്തിയിട്ട് മണിയാശാനെ വണ്ടി സ്റ്റാർട്ടാകാതെ എങ്ങനെയാ ഞാൻ ആളെ എടുത്തോണ്ട് പോകുന്നത്? ഞാൻ ജയഹനുമാനാണ് അവരെ ചുമന്നോണ്ട് പോകാൻ. പിന്നെ എങ്ങനെ നമ്മൾ പോകുന്നു പറയണ്ട മണിയാശാനെ? എടാ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കടാ. എടാ നീ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളി. ഇപ്പൊ കേടായി കിടക്കണ വണ്ടിക്ക് നാളെ വിളിച്ചിട്ട് എന്താണ് കാര്യം? നാളെ വിളിയെന്നല്ല, വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളി. ആവനാളിയുടെ എന്റെ ശശി ഒന്ന് ആളെ വിളി. ശശിയല്ല സാം. ഈ ഒരു പ്രത്യേക സാരത്തിൽ ശശി എന്ന് വിളിച്ചു. നീ വർക്ക്ഷോപ്പിട്ട് വിളി. ഓ ഇന്നൊന്നും പോക്കുണ്ടാവത്തില്ല. നീ വേഗം ആളെ വിളിടാവേ. ഹലോ. ഹലോ, അതെ, KNK ഓട്ടോമൊബൈൽസ് ഓപ്പറേറ്റർ സദാശിവൻ. എന്ത് വഴി കിടക്കുന്നു? എന്താടോ വഴി കിടക്കുന്നത്? അങ്ങോട്ട് മാറി കിടക്കും, വല്ല പാണ്ടിലോറി വന്നിരിക്കും. ഓ ബസ്സാണോ? ആ ശരി, ഉടനെ ആളെ അയക്കാം. ജമാലേ, 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 എടാ ജമാലേ, ഇങ്ങ് വന്ന്. ആ റഹ്മാൻ എന്തേ? ദാണ്ട് കിടക്കണ്. രാവിലെ കേറിയതാണല്ലോ, അവനെങ്കിൽ വിളിച്ചേ. ആശാനെ കണ്ടോടാ, ജോലി കൊടുത്ത ആത്മാർത്ഥമുള്ള വേറെ ആരുണ്ടടാ ഇവിടെ? ഇവനെ കണ്ടുപടി. വിളിച്ചവനെ. വിളിക്കാം. ആശാനെ വിളിച്ചിട്ട് പോലും അവൻ അറിയുന്നില്ല. അതാണ് ആത്മാർത്ഥത, മനസ്സിലായ? തോണ്ടി വിളിയടവനാ. ഞാൻ വിളിക്കാം. ഓയ് ആശാനെ, ഓയ് ആശാനെ. വലിച്ചെടുക്കടാ. അത് ശരി, രാവിലെ മുഴുവൻ നീ ഇതിനടി കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? വിളിക്കടാ. ആശാനെ ഭയങ്കര പണിത്തിരക്കായോണ്ട് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. നീയൊക്കെ കൂടി എന്നെ മുടിപ്പിക്കും. ഈ വണ്ടി ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞതാ. അതിനെന്നെ കൊടുക്കാലോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഓടിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഒരു ലോറി വേണം, അല്ലെങ്കിൽ ഒരു JCB വേണം. നീയൊക്കെ എന്നെ നശിപ്പിക്കും. പിന്നെ പണി തീരാത്തന്നെ എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ തന്നെ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോ ഈ വണ്ടി നിർത്ത് ആ വണ്ടി പറ്റിയ, ആ വണ്ടി നിർത്ത് ഈ വണ്ടി പറ്റിയ മടുത്തിയ പറയടാ. നാട്ടുകാർ കേൾക്കുന്നു. ശമ്പളം തന്നിട്ട് ഇപ്പൊ തന്നെ 3 മാസമായി. അടുത്ത മാസം തരും ഉറപ്പായി. പാണ്ടിക്കാരെ തല്ലിക്കൊന്നല്ലേ പറയാ. കരുനാക്കുളച്ചൊന്നും പറയാതെടാ. അയ്യോ, അത് എന്റെ കരുനാക്കല്ലെന്ന്. പിന്നെ കരിയോല് കുടിച്ചതാ. കരിയോല് കുടിച്ചോ? കൊക്കക്കോളയുടെ കുപ്പിക്കത്തുണ്ടല്ലോ ഈ നശിച്ചൂടുന്ന് കരിയോല് ഒഴിച്ചു വെച്ച് ഞാനതെടുത്ത് കുടിച്ചു. മുഴുവൻ കുടിച്ചോ? പകുതി കുടിച്ചോളൂ. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച കരിയോല് അത് മുഴുവൻ തീർത്തു. അതിന്റെ കാശ് നിന്റെ ശമ്പളത്തിൽ കൊക്കക്കോളുടെ കാര്യം പറയുകയും വേണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ആ അയ്യപ്പൻ കാവിന്റെ അടുത്ത് പുഞ്ചിരി ട്രാവൽസ് കിടപ്പുണ്ട്. എവിടെ? നീ ഒന്ന് പോയി നോക്കിട്ട് വാ. അയ്യപ്പൻ കോവിൽ
അയ്യപ്പം കോവില ജമാലെ ആ ചെറിയ സ്പാൻഡറും എടുത്തു. നീ വന്നാ ഇതെന്നാ പാർക്കാ എല്ലാരും കളിയും ചിരിയൊക്കെ ആയിട്ട്. എന്റെ മുതലാളി ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞു പഴയ വണ്ടി മാറ്റിട്ട് ഒരു പുതിയ വണ്ടി വാങ്ങിക്കാൻ. എടാ ഞാൻ പുതിയ ബസ് വാങ്ങിച്ച പിന്നെ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ? അങ്ങനെ നമ്മളെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ പണിയില്ലേലും ജീവിക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. പട്ടണിയും ദാരിദ്ര്യമല്ലേ നിന്ന് പാചകടി കണ്ടത് നന്നാക്കാൻ നോക്ക്. അതെ നിങ്ങൾ എല്ലാരും ഒന്ന് മാറി വണ്ടി ഇത്തിരി കാറ്റ് കൊടുക്കേ. മാറിക്കേ. നിക്ക് ഇപ്പൊ ശരിയാക്കി തരാം. എല്ലാരും മാറി. നിങ്ങൾ എന്നെ ഈ വർക്ക്ഷോപ്പ് പണിക്കാരെ കാണാത്ത പോലെ നടക്കണത്. മാറി മാറി വണ്ടിക്ക് ഭയങ്കര നിങ്ങളാണല്ലോ. ഒന്നും ഇത് വലിയ ശല്യം. വലിയ കുഴപ്പമുണ്ടെന്നോ എടാ എല്ലാരും നിങ്ങൾ എന്നെ പുറകെ നടക്കണ മനുഷ്യൻ സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാൻ. അല്ല പിന്നെ മൂത്രം ഒഴിക്കാനുള്ള മൂടും പോയി. മാറിയിക്കാൻ കൊടു. ടൂൾസ് എന്നെ കാണാൻ പറ്റും. കാണണ്ടേ? അങ്ങോട്ട് ഇറക്കാൻ കൊടുക്ക. എടോ ഇതിനകത്തല്ല പിന്നെ ഇവിടെ കുഴപ്പം. അത് കണ്ടുപിടിക്കാനല്ലേ തന്നെ കൂടി വിളിപ്പിച്ചു. അതിനല്ലേ ഞാൻ ഇതിനകത്ത് നോക്കിയത്. നോക്ക്. ആ ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങളിങ്ങനെ ബഹളം വെക്കൽ അദ്ദേഹം നോക്കട്ടെ. എന്നാ അല്ല മണ്ഡലം കമ്മിറ്റി ഉണ്ട് ഇതിനകത്താണോ മണ്ഡലം കമ്മിറ്റി? അല്ലല്ലോ. എന്നാ അതിനകത്ത് കയറി. പണിയെടുക്കണോട് സ്വസ്ഥത വേണം. ഇപ്പൊ ശരിയാക്കി തരാം. പുഞ്ചിരി ട്രാവൽസ്. പണ്ട് ഇതുപോലെ താമരശ്ശേരി ചുരം ഒരു ബ്രേക്ക് പോയ ബസ് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചുമ്മാ കാറ്റുകൊള്ളാൻ വേണ്ടി ഈ ഡ്രൈവർ അതിനകത്ത് എന്നെ കണ്ണടച്ച് കാണിച്ചോണ്ട് പറഞ്ഞു, റഹ്മാനെ കാത്തോളി എന്നൊരു ഡയലോഗാ. ഈ ബ്രേക്ക് പോയി ഉരുണ്ടു വന്ന ബസ്സിനകത്തേക്ക് ഞാൻ എന്റെ അല്ലല്ല ഈ കാല് തന്നെയാ. ഈ കാല് ഇങ്ങനൊരു വെപ്പ തന്നെ. അപ്പൊ തന്നെ ആ ഉരുണ്ടു വന്ന ബസ് ആ കൊക്കയിലേക്ക് കൊണ്ട ബസ് എന്റെ കാലിലടിച്ചൊരു നിപ്പ. അപ്പൊ തന്നെ KSRTC കോർപ്പറേഷൻകാർ വന്ന് അപ്പൊ തന്നെ ഒരു അവാർഡും തന്നെ. ഓ പണ്ട് താമരശ്ശേരി ചുരത്തിൽ PWD-ക്കാർ സുലൈമാൻ ചേട്ടൻ അവാർഡ് കൊടുത്തില്ലേ? ആ സുലൈമാൻ ചേട്ടന്റെ മോനാ. ഓ ഇപ്പൊ പിടികിട്ടി. എന്നിട്ട് KSRTC കോർപ്പറേഷൻകാർ തോളത്ത് കെട്ടിട്ട് പറഞ്ഞു, നീ റഹ്മാനല്ല ഹനുമാനാണെന്ന്. ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാനെന്നാ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു. പോയി പണിയെടുക്കണം. അത് ഞാൻ പറഞ്ഞോളാം. ഞാനാണ് ബസ്സിന്റെ മുതലാളി. പോയി പണി നോക്കടാ. എപ്പോഴും ഇങ്ങനെ ശരിയാക്കി തരാന്ന് പറയണ്ട. ഇയാൾ ശരിയാക്കിയാ മതി. രാജപ്പൻ അറിയാവോ പണ്ട് ഈ താമരശ്ശേരി ചുരം? എന്റെ പൊന്നോ, അത് താമരശ്ശേരി ചുരം. അന്ന് ഞാൻ ഇതുപോലൊരു ബസ്സിലെ ഡ്രൈവറാ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓഞ്ഞ ഡ്രൈവർ അല്ല, ഒരു 1.5 ഡ്രൈവർ വരും. കുത്തനെ ഇറക്കം അങ്ങനെ ഇറങ്ങി വരുമ്പോ താമരശ്ശേരി ചുരം 100, 110, 120 ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരൊറ്റ പൊട്ട. അത് പിന്നെ പെണ്ണുങ്ങളുടെ നെറ്റിയിരുന്ന് പൊട്ടുവരാൻ താഴെ പോയി. ആ പൊട്ടല്ല, ബ്രേക്കിന്റെ കേബിൾ അങ്ങ് പൊട്ടി. എന്ത് ബസ്സിലാണ് 500 യാത്രക്കാർ. 500 പേരാ? അതും ബസ്സിൽ? അവൻ ട്രെയിൻ ആയിരിക്കും ഉദ്ദേശിച്ചല്ലടാ. ബസ്സിൽ 400 പേര്, 300 പേര്, 100, 50 ബസ്സല്ലേ ഒരു 50 ഉണ്ടാവും ഒരാളെ. ഇവരെല്ലാരും കൂടെ കൂടിയുള്ള ഒറ്റ വിളിയാ. ഞാനെന്ത് ചെയ്യും? ഞാനൊന്നും നോക്കിയില്ല. ഞാൻ നോക്കിയപ്പോ ഒരു സെലോട്ടോപ്പ് കിടക്കുക. അതിങ്ങനെ പൊട്ടിച്ചിങ്ങെടുത്തിട്ട് ഈ കേബിൾ എടുത്തിട്ട് ഞാൻ ഒറ്റ കെട്ട് കെട്ടിയിട്ടുള്ള ഒറ്റ ബ്രേക്ക് ചവിട്ടിയിരുന്നു. വണ്ടി അവിടെ നിന്നു. അപ്പൊ തന്നെ ലവര് വന്നൊരു അവാർഡും കൂടി തന്നല്ലേ? ഇതൊക്കെ അങ്ങനെ അറിയണ്. കൈരളി ടിവിയിലെ ന്യൂസ്. മനുഷ്യൻ ക്ഷമിക്കണുണ്ട്. അതിനുണ്ട്. നീ ഒന്ന് വണ്ടി ശരിയാക്ക്, അല്ലെങ്കിൽ അടിച്ചതിന്റെ കവള് ഞാൻ പൊട്ടിക്കും. മുതലാളി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചൂടാവില്ലേ? ഞാൻ എല്ലാം ശരിയാക്കി തരാം. ചെന്ന് ശരിയാക്ക്. മുതലാളി ഗ്രേറ്റാ. ഞാൻ പറയണ്ട മുതലാളി പറഞ്ഞത്. നിന്റെ കവള് കൂടി ചേർത്താ ഞാൻ പറഞ്ഞത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. അല്ല പിന്നെ ആ ചെറിയ സ്പാൻഡറും എടുത്തേ. ഇപ്പൊ ശരിയാക്കി തരാം. സ്റ്റാർട്ട് ചെയ്യടാ. എടാ ക്ലച്ച് ഔട്ട് നോക്കാൻ. സ്റ്റാർട്ട് ആകണില്ല. താക്കോലിട്ട് പിരിക്കാൻ. സ്റ്റാർട്ട് ആകണില്ലെന്ന് ഇവൻ. അപ്പൊ അതാണ് പ്രശ്നം. വണ്ടി സ്റ്റാർട്ടാവുള്ള. എടാ പോത്തെ, അത് കഴിഞ്ഞിട്ടല്ലേ നിന്നെ വിളിച്ചു ആണോ? പക്ഷെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വേറൊരു കഥ ഓർമ്മ. ഇങ്ങോട്ട് ആടോ മടിച്ച കഥ. വാ. പണ്ടിതുപോലെ താമരശ്ശേരി ചുരം. മിണ്ടരുത്.
നോക്കണം യോ നട്ട് ബോൾട്ട് അയ്യോ വലിയ അമ്മ ഇതെന്തോന്ന് മുതലാളിയെ ആടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എടുത്താലും പൊങ്ങാത്ത ഇയാളെന്തി കാണിക്കണതിന്റെ അകത്ത് കിടന്ന് മുതലാളി നമ്മുടെ പാട്ട് ഹോണ് തൽക്കാലം ഇതിൽ നഷ്ടം. എന്തായി റെഡിയായ നാ, ശ്ശേ. എന്റെ കയ്യിലുള്ള സ്പാൻഡർ വെച്ചിട്ട് ഇത്ര അഴിക്കാൻ പറ്റുള്ളൂ. അല്ല ഇതൊക്കെ ശരിയാവുന്നു. പിന്നെ ശരിയാവില്ലേ മുതലാളി? നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബസ്സോടെ കിട്ടുമോ? ബസ്സോ എന്തിനാ? ആ ബസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ആ ബസ്സിന്റെ എവിടെയാന്ന് ഇരിക്കണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്യാലോ. അല്ല, നിങ്ങളാരും പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി. ഇനി നീ ശരിയാക്കണ്ട, ഇനി ഞങ്ങൾ ശരിയാക്കി തരാം. മുതലാളി, താമരച്ചെരിച്ചൊർത്തൊന്നും ആരും ഇങ്ങനെ ചെയ്യത്തില്ല, അറിയാവോ? ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ്, കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം, കൊല്ല കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി